ഇന്ന് വൈകുന്നേരം ഞാൻ പുല്ല് ചെത്തിയിട്ട് തിരിച്ച് വന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു. എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാക്കക്കുഞ്ഞ്, തീരെ ചെറിയൊരു കാക്കക്കുഞ്ഞ്, അതൊരു ഉണങ്ങിയ കമ്പിൻ്റെ മുകളിലിരിക്കുക. നേരെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്, ഇരുട്ടാൻ തുടങ്ങിയിട്ടില്ല. ഇവിടെയൊക്കെ ഒരു 6:15 ആകുമ്പോഴത്തേക്കിനുമാണ് ഇരുട്ടുന്നത്. അപ്പോഴത്തേക്കും ഞാൻ പുല്ലെല്ലാം കൊണ്ടുവന്നിട്ടേച്ച് തിരിച്ച് ചെന്ന് നോക്കുമ്പം ഇത് ആ കമ്പേ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പശുവിൻ്റെ ബാക്കിയുള്ള പരിപാടിയെല്ലാം നടത്തി വെച്ചിട്ട് വന്ന് എടുക്കാമെന്ന് ഓർത്ത് ഞാനിങ്ങ് പോന്നു. മുകളിലത്തെ കമ്പിലെല്ലാം ഈ കാക്കയുടെ അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഇതിനെ ഞാൻ പോയി പിടിച്ചിട്ടും ഇതവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഞാൻ പിന്നെ തള്ളയും തന്തയും വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ എന്നോർത്ത് ഞാനിങ്ങ് തിരിച്ചു പോന്നു. അതിന് ശേഷം എൻ്റെ പണിയെല്ലാം തീർത്തു. പിന്നെ ഒരു 6:30 6:45 ആയപ്പോഴത്തേക്കിനും നല്ല ഇരുട്ടായി. അപ്പോഴത്തേക്കിനും ചെന്ന് നോക്കുമ്പം കാക്കക്കുഞ്ഞ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി പറന്നിട്ട് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിനെ കൊണ്ടുപോകാനും പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്തു ഇതിനെ എന്നാൽ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്. കാക്കകൾ കിടന്ന് എന്നേരവും കരയുന്നുണ്ട്. ഇരുട്ടായിട്ടും അവർ പോയിട്ടില്ല, മരച്ചില്ലകളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് പേടിയായി, ഇനി വല്ല കൊത്തുവല്ലതും കിട്ടുമോയെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും ഞാൻ എടുത്തോണ്ട് പോന്നു. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ കൊണ്ടുവന്ന് ഒരു കൊട്ടയുടെ അടിയിൽ മൂടി വെച്ചു. പൂച്ചയോ വല്ലതും പിടിക്കാതെ നോക്കണ്ടേ. പട്ടിയും പൂച്ചയും ഒക്കെ ഒരുപാട് നമ്മുടെ ഇതിലെ കൂടെ അലഞ്ഞിരിഞ്ഞ് നടപ്പുണ്ട്. അതുങ്ങൾ വല്ലതും പിടിച്ചാലോ എന്നോർത്ത് ഞാൻ അതിനെ കൊണ്ടുവന്ന് സേഫായിട്ട് വെച്ചു. മീനുക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ഇതിനെ കണ്ടപ്പോഴത്തേക്കിനും. കണ്ടാൽ നമുക്ക് കാക്കയുടെ കുഞ്ഞാണേലും ഭംഗിയൊക്കെ തോന്നും. ചുവന്ന വായും ചുണ്ടും അതിൻ്റെ ഇരുത്തവും ഒക്കെ കാണുമ്പം. സാധാരണ കാക്കയെ കാണുമ്പോൾ ഓടിച്ചു വിടാറാണ് പതിവ്. അതിനെന്ന് ചോദിച്ചാൽ നമ്മൾ വെള്ളമൊക്കെ കൂട്ടി വെക്കുമ്പോഴത്തേക്കും അതിനകത്ത് വന്ന് വെള്ളമെല്ലാം കുടഞ്ഞ് നിലത്തോട്ടിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാവാറുണ്ട്. പശുവിൻ്റെ കണ്ണിൻ്റെ അകത്ത് കൊത്തുക, ചെവിക്കകത്ത് കൊത്തുക, അങ്ങനെ ഉപദ്രവങ്ങളും ഉണ്ടാകാറുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, പശുക്കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും കാക്ക. എന്നാലും ഇതൊരു കുഞ്ഞല്ലേ എന്ന് ഓർത്തിട്ട് ഞാനതിനെ കളയാൻ എനിക്ക് തോന്നിയില്ല. അതിനെ എടുത്ത് വെച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കിനും നേരെ അങ്ങോട്ട് വെളുക്കുന്നേ ഉള്ളൂ കേട്ടോ, നല്ല ഇരുട്ടാണ്. അപ്പോഴത്തേക്കിനും ഈ കാക്കകളൊക്കെ വന്നിരുന്ന് കരയാൻ വേണ്ടി തുടങ്ങി. പിന്നെ അമ്മ വന്ന് പറഞ്ഞു, അതിനെ അഴിച്ചുവിട്, കാക്കയുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരുന്ന് കാറുന്നുണ്ട്, അല്ലേ തലയിൽ കൊത്ത് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിനെ അഴിച്ചങ്ങ് വിട്ടു. കുറേ നേരം അത് ആ മുറ്റത്തിരിപ്പുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ അച്ഛനും അമ്മേനെ കൂട്ടിക്കൊണ്ട് പോയി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഒരു 5ാമത്തെ കാക്കക്കുഞ്ഞായിരിക്കും ഇത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ കാക്കക്കുഞ്ഞിനെ കണ്ടാലും അതിനെ പിടിച്ചുകൊണ്ട് വീട്ടിൽ വരും. എന്നിട്ട് എന്നെ അമ്മ വഴക്ക് പറയും, കൊണ്ട വെക്കടി എടുത്തെടുത്ത്, അല്ലെങ്കിൽ നിൻ്റെ തല വന്നത് നിങ്ങൾ കടിച്ച് പൊട്ടിക്കുമെന്ന് പറയും. അപ്പം പിന്നെ ഞാൻ പേടിച്ചിട്ട് അതിനെ തിരിച്ചു കൊണ്ട് വെക്കാറാണ് പതിവ്. കാക്കയാണേലും കുഞ്ഞല്ലേ, പാവല്ലേ.